Hey guys, welcome to my another video. കേരള ടു ലഡാക്ക് ഡേ 3. ഇന്നത്തെ എൻ്റെ റൈഡ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള റൈഡാണ്. കാര്യം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മൾ ഇന്നലെ സോളാപ്പൂരാണ് സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് നേരെ എല്ലോറ കേവ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ യാത്ര രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. നല്ല ഹെവി റെയിൻ ആയിരുന്നു. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈമും ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒരു 1:40 ആയപ്പം എല്ലോറ കേവ്സിനടുത്തെത്തി. പിന്നെ നമ്മൾ ഈ ഒരു യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. കാറിനൊക്കെ മാത്രം പോകാൻ പറ്റുന്ന ആ ഇതിൽ നമ്മൾ ബൈക്കും കൊണ്ട് കയറി. ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് നമ്മൾ എക്സ്പ്രസ് ഹൈവേ പോയത്. പോകുന്ന പോക്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ ഫൈൻ കിട്ടുമോ, പോലീസ് പിടിക്കുമോ എന്നൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ നല്ല രീതിയിലൊരു എക്സ്പ്രസ് ഹൈവേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി നമ്മുടെ ബൈക്കിൽ. പിന്നെ നമ്മൾ എല്ലോറ കേവ്സിനടുത്ത് ശിവം റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ നമ്മൾ രാവിലെ സോളാപ്പൂർ ടു എല്ലോറ കേവ്സ് ഏകദേശം ഒരു 348 കിലോമീറ്ററാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഇടയ്ക്ക് ചായ കുടിച്ചായിരുന്നു. പിന്നെ മീസൽ പാവൊക്കെ കഴിച്ചായിരുന്നു. നമ്മുടെ അന്നത്തെ ലഞ്ച് ഗുവ ആയിരുന്നു. എല്ലോറ കേവ്സിൻ്റെ പുറത്ത് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ഗുവ ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ച് നമ്മൾ കഴിച്ചത്. ലഞ്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ എല്ലോറ കേവ്സ് കാണാനായിട്ട് കയറി ആ കാഴ്ചകളിലൂടെ. ഗൈസ്, നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ് കയറാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അയാസ് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അവന് ക്യൂവിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ കണ്ട ഒരു പഴയൊരു ആല് ഇതോ അങ്ങോട്ടുണ്ട്. ഇവിടെ എല്ലോറ കേവ്സ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അപ്പോൾ പോയി കാണട്ടെ. എല്ലോറ കേവ്സിൻ്റെ എൻട്രൻസിലോട്ട് കയറിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ടോക്കൺ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ടോക്കൺ അവിടെ പഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ മെട്രോയിലൊക്കെ കയറും പോലെ. എടാ ഇതാ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ അങ്ങ് നടക്കുകയാണ്. നമ്മുടെ ടീമിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഈ ഹിമോസ്. എല്ലോറ കേവ്സിൻ്റെ ഇവിടെ വന്ന സമയത്ത് ഈ മാഗ്നറ്റൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടൻ വന്ന് നമ്മളെ സമീപിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞുകൊണ്ട് നമ്മൾ 2 എണ്ണം എടുത്തേക്കുന്നു. 2 എണ്ണം കണ്ടോ. ഇവ എടുത്തത് വേറെ. 10 രൂപ നോട്ടല്ലേ? 10 അല്ല, 20 രൂപ. അകത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 17-ാം നമ്പർ ഗേറ്റ് എന്നാണ് പറയണം. അപ്പോൾ അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇവർ ഫ്രണ്ടേ നടക്കുവാണ്, നമ്മുടെ അനൂപും ഫയാസും. ഞാൻ പുറകെ. നല്ല അടിപൊളി പച്ചപ്പാണ് ഇവിടെ. അമേസിങ് അല്ലേ ഫയാസ്? അമേസിങ്. ഒരു അമാനുഷിക ശക്തിയുടെ സഹായമില്ലാതെ സാധാരണ ഒരു മനുഷ്യരെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കാൻ കഴിയില്ല. ചിലർ അത് അന്യഗ്രഹ ജീവികൾ പണിതാണെന്ന് പറയുന്നു, ചിലർ അത് ദൈവങ്ങൾ പണിതാണെന്ന് പറയുന്നു. ഒരു പടുകൂറ്റൻ മലയുടെ മുകളിൽ നിന്നും വെറും ഉളിയും ചുറ്റിയേയും കൊണ്ട് താഴേക്ക് തുരന്ന് ആ മലയെ സങ്കീർണമായ ഒരു നിർമ്മിതിയാക്കി മാറ്റുക എന്ന് വെച്ചാൽ അത് അസാധ്യമെന്ന് തന്നെ പറയണം. ഇങ്ങനെ ഉളി കൊണ്ട് തുരന്ന് മാറ്റിയത് ഏതാണ്ട് 2 ലക്ഷം ടൺ പാറയാണ്. അത് എത്ര വലിയ ഭാരമാണെന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയധികം പാറയുടെ ഒരു അവശിഷ്ടം പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും പാറ അവർ മലയിൽ നിന്ന് തുരന്ന് അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇന്നത്തെ ലേസർ കട്ട് ടെക്നോളജി കൊണ്ടുപോലും പണിയാൻ പറ്റാത്ത കോംപ്ലക്സ് ശില്പങ്ങൾ, ഇടനാഴികൾ, ഗോപുരങ്ങൾ, പല നിലകളിൽ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത്രയുമുണ്ട്. പണിത കാലത്ത് തൂക്കുപാലങ്ങളും കൂറ്റൻ ശില്പങ്ങളും അടക്കം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു 8-ാം നൂറ്റാണ്ടിൽ പണിത ഈ കൈലാസനാഥ ക്ഷേത്രം. ഇന്ത്യയിലെ ഔറംഗാബാദിലുള്ള എല്ലോറ ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ പാറയിൽ കൊത്തിയ ഗുഹാസമുച്ചയങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യൻ പാറയിൽ കൊത്തിയ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ സമുച്ചയം. മേൽക്കൂരയില്ലാത്തതിനാൽ പലതും ഗുഹകൾ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാറ മോണോലിത്തിക് പാറയിൽ കൊത്തിയെടുക്കുന്ന കൈലാസ ക്ഷേത്രം, ശിവന് സമർപ്പിച്ചിരുന്ന രഥത്തിൻ്റെ ആകൃതിയിലുള്ള സ്മാരകം എന്നിവ ഗുഹ 16 കാണാം. ഈ സ്ഥലത്ത് 100-ലധികം ഗുഹകളുണ്ട്. എല്ലാം ചങ്ങനാശ്ശേരി കുന്നുകളിലെ ബസാൾട്ട് പാറകളിൽ നിന്ന് കുഴിച്ചെടുത്തവയാണ്. ഈ സ്തൂപം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. കാരണം നമ്മുടെ 20 രൂപ നോട്ടിലുള്ളത് ഈ സ്തൂപം തന്നെയാണ്. ഇവിടെ വന്ന സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് സമയത്ത് അത്യാവശ്യം മഴ പെയ്തായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ. നമുക്കപ്പം ആ പാറയുടെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഫുള്ള് വെള്ളം കിടന്നിട്ട് തെന്നലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. നമ്മൾ 20 രൂപ നോട്ടിൽ കാണുന്ന ആ സ്തൂപം കൈലാസ ക്ഷേത്രത്തിൻ്റെ 2 സൈഡിലായിട്ട് 2 എണ്ണമാണ് ഉള്ളത്. ഈ കൈലാസനാഥ ക്ഷേത്രം 4 നിലകളിലായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇത് പണിതത് മനുഷ്യന്മാർ മാത്രമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.